ജബൽപൂരിൽ വൈദികർക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ പ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകരോട് ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി നേടി വിജയിച്ചു വന്ന തൃശൂർ എം പി പറഞ്ഞത് എനിക്ക് മറുപടി പറയാൻ സൗകര്യമില്ല എന്നായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് മാത്രമല്ല സൗകര്യമില്ലാത്തത്, കേരളത്തിലെ ക്രൈസ്തവ സഭാ മേലാധികാരികൾക്കും ഇത്തരം വിഷയങ്ങളിൽ പ്രതികരണം നടത്താനോ പ്രതിഷേധിക്കാനോ താല്പര്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ മാത്രമല്ല, മണിപ്പൂരിൽ കാലങ്ങളായി അവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്കെതിരെ, നൂറുകണക്കിന് ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നതിനെതിരെ കേരളത്തിലെ ഈ ക്രൈസ്തവ സഭാ മേലധികാരികൾക്ക് പ്രതിഷേധിക്കാൻ യാതൊരുവിധ താല്പര്യവുമില്ല. മറിച്ച് അവരുടെ താല്പര്യം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘ് പരിവാർ സംഘടനകളുടെ വ്യാജ പ്രചരണങ്ങൾക്ക് ശക്തി പകരുക എന്നതുള്ളതിനാണ്. നാർക്കോട്ടിക് ജിഹാദ് പോലെ, ലവ് ജിഹാദ് പോലെയുള്ള വ്യാജ പ്രചരണങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നത് കേരളത്തിലെ ഈ സഭാ മേലധികാരികളാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നിലവിൽ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് വഖഫ് ബില്ലിന് അനുകൂലമായി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാർക്ക് തിട്ടൂരമിറക്കിയ KCBC പോലെയുള്ള സഭാ നേതൃത്വം യഥാർത്ഥത്തിൽ എന്താണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്? സംഘ് പരിവാർ എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധത മാത്രമല്ല അവരുടെ ലക്ഷ്യം, ന്യൂനപക്ഷ വിരുദ്ധതയാണ് എന്നാണ് ഇവർ തിരിച്ചറിയുന്നത്. ഇതേ വിഭാഗം തന്നെയാണ് തൃശൂരിൽ നിന്നുള്ള ഏക BJP എംപിക്ക് വിജയം സമ്മാനിച്ചത് എന്നതും നാം മറന്നുകൂടാ. യഥാർത്ഥത്തിൽ സംഘ് പരിവാറിന് കുഴലുതുന്ന നടപടി ഏറെ വേദനാജനകമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കെ രാധാകൃഷ്ണൻ എം പി അദ്ദേഹത്തിന്റെ ലോക്സഭാ പ്രഭാഷണം നടത്തിയ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. മാർട്ടിൻ നിയമോളറുടെ വളരെ പ്രസിദ്ധമായ ഒരു കവിത. ആദ്യം അവർ സോഷ്യലിസ്റ്റുകളെ തേടി വന്നു, ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ലായിരുന്നു. പിന്നീട് അവർ തൊഴിലാളികളെ തേടി വന്നു, അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാനൊരു തൊഴിലാളിയല്ലായിരുന്നു. പിന്നീട് അവർ ജൂതരെ തേടി വന്നു, അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാനൊരു ജൂതനല്ലായിരുന്നു. പിന്നീട് അവർ എന്നെ തേടി വന്നു, അപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നത്. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ സഭാ നേതൃത്വത്തിന്റെ നടപടികൾ കാണുമ്പോൾ, ക്രൈസ്തവ സഭകളുടെ നടപടികൾ കാണുമ്പോൾ ഇതേ കവിതയാണ് ഓർമ്മ വരുന്നത്. ഈ സംഘ് പരിവാർ സംഘടനകൾ മുസ്ലിം വിരുദ്ധമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവർ, അത് മുസ്ലിം വിരുദ്ധം മാത്രമല്ല, അത് ന്യൂനപക്ഷ വിരുദ്ധമാണ്, ക്രിസ്ത്യൻ വിരുദ്ധമാണ്, ഇന്ത്യയിലെ ദളിത് രാഷ്ട്രീയത്തിനെതിരാണ്. ചുരുക്കി പറഞ്ഞാൽ സവർണ രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കുന്ന സംഘടനയാണ് സംഘ് പരിവാർ സംഘടനകൾ അല്ലെങ്കിൽ BJP എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്തതായി പറയാനുള്ളത് എന്തുകൊണ്ട് വഖഫ് ബിൽ എതിർക്കപ്പെടുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന വഖഫ് നിയമങ്ങളെ ഭേദഗതി ചെയ്തുകൊണ്ട് പുതിയൊരു നിയമമാണ് ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കി നിയമമാവുന്നത്. യഥാർത്ഥത്തിൽ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ ഈ സംഘ് പരിവാർ സംഘടനകൾ ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം ക്ഷേമമാണ്, മുസ്ലിങ്ങളുടെ നന്മയാണ് എന്നൊക്കെ അവർ വാദോരാതെ വിളിച്ചു പറയുമ്പോഴും യഥാർത്ഥത്തിൽ അതിന് പിന്നിലുള്ള ഗൂഢലക്ഷ്യം വളരെ വ്യക്തമാണ് എന്നതാണ് യാഥാർത്ഥ്യം. 1992 ബാബരി മസ്ജിദിനെ തകർക്കാൻ കലാപങ്ങളും രഥയാത്രയും നടത്തേണ്ടിയിരുന്നു. എന്നാൽ ഇനി മുതൽ സംഘ് പരിവാർ സംഘടനകൾക്ക് അത്തരം ഒരു നടപടികളിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല. വഖഫ് ഭേദഗതി നിയമത്തിലൂടെ അതെല്ലാം നിയമവിധേയമായി തീരും എന്നതാണ് യഥാർത്ഥത്തിൽ അവർ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന വഖഫ് നിയമത്തിൽ വഖഫ് ബൈ യൂസർ എന്നൊരു ക്ലോസ് ഉണ്ടായിരുന്നു. അഥവാ നൂറ്റാണ്ടുകളായി, വർഷങ്ങളായി മുസ്ലിങ്ങൾ ആരാധനകൾ നടത്തിക്കൊണ്ടുപോരുന്ന പള്ളികൾ അല്ലെങ്കിൽ ദർഗകളൊക്കെ അത് വഖഫ് ഭൂമിയായി പരിഗണിക്കപ്പെട്ടിരുന്നു എന്നുള്ളത്. എന്നാൽ നിലവിലെ വഖഫ് ഭേദഗതി നിയമപ്രകാരം ഈ ഒരു ക്ലോസ് എടുത്ത് കളയുന്നതോടുകൂടി ഡോക്യുമെന്റുകൾ ഹാജരാക്കിയാൽ മാത്രമാണ് അത് വഖഫ് ഭൂമിയാണ് എന്ന് അംഗീകരിക്കുകയുള്ളൂ. മറിച്ച് നൂറ്റാണ്ടുകളാവട്ടെ, എത്ര വർഷമായാലും ആ ഭൂമി ഉപയോഗിച്ചു വരുന്നത് പള്ളിയുടെ ആവശ്യത്തിനാണെങ്കിലും ദർഗകളുടെ ആവശ്യത്തിനാണെങ്കിലും അത് ഡോക്യുമെന്റുകൾ ഇല്ലെങ്കിൽ, ഡോക്യുമെന്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കില്ല, അത് വഖഫ് ഭൂമിയായി അംഗീകരിക്കില്ല എന്നതാണ് പുതിയ നിയമം പറയുന്നത്. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 1500കളിൽ 1600കളിൽ ഒക്കെ ഇത് വഖഫായി നൽകപ്പെട്ട് നൂറ്റാണ്ടുകളായി ദർഗകളും പള്ളികളുമായി ഉപയോഗിച്ചു വരുന്ന ഭൂമികൾക്ക് എങ്ങനെയാണ് നമുക്കൊരു ഡോക്യുമെന്റ്സ് തയ്യാറാക്കാൻ കഴിയുന്നത്? ചുരുക്കി പറഞ്ഞാൽ ബാബരി മസ്ജിദിനെ തകർത്തതുപോലെ ഒരുപാട് പള്ളികളും ദർഗകളും ഒക്കെ ഇതേ നിയമം ഉപയോഗിച്ചുകൊണ്ട് വഖഫ് ഭേദഗതി നിയമത്തിലൂടെ പിടിച്ചെടുക്കാൻ കഴിയും എന്നാണ് സംഘ് പരിവാർ മുന്നോട്ട് വെക്കുന്ന ഒരു ഗൂഢലക്ഷ്യം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു മതവിഭാഗത്തിന്റെ അവകാശങ്ങളെ ഹനിക്കുന്ന, ഭരണഘടനാ വിരുദ്ധമായ, ന്യൂനപക്ഷ വിരുദ്ധമായ ഇത്തരം നിയമങ്ങളെ തുറന്നു തീർക്കേണ്ടത് ഓരോ മതേതര വിശ്വാസിയുടെയും കടമയാണ്. മറിച്ച് അതിനെതിരെ മതന്യൂനപക്ഷങ്ങളിൽ നിന്ന് തന്നെ അപശബ്ദങ്ങൾ ഉയർന്നു വരുന്നത് ഏറെ വേദനാജനകമാണ്. നമ്മെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന സംഘ് പരിവാർ സംഘടനകളുടെ കുഴലൂത്തുകാരായി നാം മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക.